Hi, hello, welcome to Competitive Cracker. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് CSCB-യുടെ മാത്രമല്ല അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കൂടെ എക്സാം വരുന്നുണ്ട് അല്ലേ. അപ്പൊ അവർക്ക് കൂടി പ്രയോജനമാകുന്ന ഒരു സബ്ജക്റ്റിന്റെ ചെറിയ ഭാഗം എടുത്തുകൊണ്ടാണ്. ആ ഭാഗമാണ് GST അല്ലെ. GST ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏരിയ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സിലബസ് വരാത്തതുകൊണ്ട് ചിലപ്പം വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് എന്തായാലും എന്തുണ്ട് GST-യുടെ പോർഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പോർഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, GST-യുടെ ചെറിയൊരു ഏരിയ മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് GST? GST എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലെ. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് GST എന്ന് വെച്ചാൽ. എന്താണ് GST-യുടെ, അതായത് GST-യുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. മീനിങ് ഓഫ് GST: ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് is a value added tax levied on supply of goods and service അല്ലെ. ഗുഡ്സ് ആൻഡ് സർവീസിന്റെ സപ്ലൈന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വാല്യൂ ആഡഡ് ടാക്സ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത് കാണുന്നത് അല്ലെ. നോക്കാം. ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് where tax revenue would get generated to destination state അല്ലെ. അതായത് ഇവിടെ വരുന്ന സമയത്ത് GST-യുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കണം. അതാണ് ഒന്ന് CGST, SGST, IGST, അതേപോലെ UGST എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ GST-മായിട്ട് പറയുന്ന സമയത്ത് നമ്മൾ 4 എണ്ണം നമ്മൾ കണക്കാക്കണം. ഏതൊക്കെയാണ്? ഒന്ന് സെൻട്രൽ GST, അതേപോലെ സ്റ്റേറ്റ് GST, അതുപോലെ ഇന്റഗ്രേറ്റഡ് GST. അങ്ങനെയുള്ള ഒരുപാട് GST-കൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പഠിക്കാറുണ്ട്. അപ്പൊ അത്തരത്തില് ഇവിടെ GST കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ടാക്സ് റവന്യൂ എങ്ങോട്ടാണ്? ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിലേക്കാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ്, അതായത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടാക്സ് ആണ്. where tax revenue would get generated to destination tax. Then input tax credit of GST paid at each stage would be available in the subsequent stage of the value addition of for set off against a liability. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻപുട്ട് ക്രെഡിറ്റ്, നമുക്കുണ്ടാവുന്ന ഇൻപുട്ട് ക്രെഡിറ്റ് GST-യുടെ ഓരോ മേഖല, GST-യുടെ ഓരോ സ്റ്റേജുകളിലും സബ്സീക്വന്റ് ആയിട്ട് എന്ത് ലാബിലിറ്റീനെ എന്തുകൂടെ ചെയ്യുന്നുണ്ട്, സെറ്റ് ഓഫ് കൂടെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. ഇതൊക്കെയാണ് ആദ്യത്തെ GST-യുടെ മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇനി നമുക്ക് ഇതേപോലെ GST-യുടെ, അതായത് GST എന്ന് പറയുമ്പോൾ ഡ്യുവൽ ആയിട്ടുള്ള ടാക്സുകളാണ്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് നോക്കണം. അതിനു മുമ്പ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. നോക്കൂ, ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ടു എലിമിനേറ്റ് ദ കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ഓൺ സിംഗിൾ ട്രാൻസാക്ഷൻ അല്ലെ. നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ആദ്യമൊക്കെ ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. ഒരു സാധനം മറ്റൊരു സ്ഥലത്തിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റാൻ വേണ്ടി, അത് മാറ്റിയിട്ട് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആക്കി എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആക്കി എന്ത് മാറ്റുന്നു, ടാക്സ് മാറ്റുന്നു. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത് നോക്കൂ, ടു സബ്സ്യൂം ഓൾ ദ ഇൻഡയറക്റ്റ് ടാക്സസ് അറ്റ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ അല്ലെ. സെൻട്രലിലെയും അതേപോലെ സ്റ്റേറ്റ് ലെവലിലെയും ടാക്സുകൾ, ഇൻഡയറക്റ്റ് ടാക്സുകൾ അവിടെ പ്രത്യേകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അസ്യൂം ചെയ്യാനും കൂടെ പറ്റുന്നുണ്ട് അല്ലെ. അടുത്തത് മൂന്നാമത്തത് ടു റെഡ്യൂസ് ദ ടാക്സ് ഇവേഷൻ ആൻഡ് കറപ്ഷൻ അല്ലെ. ടാക്സ് ഇവേഷനും അതേപോലെ കറപ്ഷനും അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അടുത്തത് ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി, അതിലൂടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും കൂടെ നമ്മൾ സഹായിക്കുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ ആണ് ടു ബ്രിങ് മോർ പീപ്പിൾ അണ്ടർ ദി ടാക്സ് നെറ്റ് അല്ലെ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് നെറ്റിലേക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്താനും കൂടി സഹായിക്കും. ഇതൊക്കെയാണ് GST-യുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഡ്യുവൽ GST മോഡൽ അല്ലെ. അവിടെ ഡ്യുവൽ GST മോഡലിലെ സ്ട്രക്ചർ ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടി പറയാനുള്ളത്. നോക്കാം അത് ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമതാണ് CGST അഥവാ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അവിടെ CGST എന്നാണ് അവിടെ വരിക. CGST എന്താണ് വരുന്നത്? CGST refers to Central Goods and Service Tax. ഒന്നാമത്തെ പോയിന്റ് കിട്ടി മക്കളെ. എന്താണ് CGST-യുടെ ഫുൾ ഫോം? Then it is levied as per the Central Goods and Services Tax Act 2017. അതായത് 2017 ഈ ഒരു ആക്ട് പ്രകാരമാണ് ലിവീഡ് ചെയ്യുന്നത്. Taxes collected under CGST would be the revenue for the central government. ഇവിടെ
CGST ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന റവന്യൂ ആർക്കാണ് കൂടുതലും? അതായത് അവിടെ സെൻട്രൽ ഗവൺമെന്റിനാണ്. ആർക്കാണ് മക്കളെ? സെൻട്രൽ ഗവൺമെന്റിനാണ് ഈ CGSTയുടെ വരുമാനം ലഭിക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം. ഇനി അടുത്താണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ SGST. എന്താ നോക്കാം. SGST is levied as per the state and goods and service tax 2017. 2017 തന്നെയാണ് പറയുന്നത്. നോക്കൂ, CGST would be levied on the intra-state supplies of goods and സർവീസസ് ആൻഡ് ബോത്ത് അല്ലെ. ഇൻട്രാ സ്റ്റേറ്റ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. സ്റ്റേറ്റിനകത്തുള്ള കാര്യങ്ങൾ ഇൻട്രാ സ്റ്റേറ്റ്. അത് നോക്കാം. CGST പ്രധാനമായിട്ടും ഏതൊക്കെ ടാക്സുകൾക്ക് എന്താണ് കൂടുതൽ ലൈക്ലി ആണ് നമുക്ക് നോക്കാം. അവിടെ ഏതൊക്കെയാണ് ടാക്സസ്? ലൈക്ക് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ടാക്സ് വാറ്റ്, അതുപോലെ എന്റർടൈൻമെന്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, അതേപോലെ ടാക്സ് ഓൺ ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, എൻട്രി ടാക്സസ് ആൻഡ് imposed by the state government such other state duties and surcharge. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ടാക്സുകൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് സ്റ്റേറ്റ് ടാക്സസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് അഗെയിൻസ്റ്റ് SGST ഔട്ട്പുട്ട് ടാക്സ് ആൻഡ് IGST ഔട്ട്പുട്ട് ടാക്സ് ഓൺലി. അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഇത്തരത്തില് സ്റ്റേറ്റിന്റെ ടാക്സുകൾ അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട്? SGST ഔട്ട്പുട്ട് ടാക്സ് ആയിട്ടും അതുപോലെ IGST ഔട്ട്പുട്ട് ടാക്സും ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ചെറിയ, അതായത് നമ്മൾ വൈഡായിട്ടൊന്നും കടന്നില്ല, ജസ്റ്റ് എന്താന്നുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞുള്ളൂ. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് എന്താന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്താണ് IGST അഥവാ ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. എന്താണ് ഇതും? ഇതേപോലെ തന്നെ IGST ആക്ട് 2017 പ്രകാരമാണ് എന്ത് ചെയ്ത് ഇതും ലെവിയേഡ് ചെയ്യുന്നത്. നോക്കൂ, എന്തിനാണ് ഇത്? ഏത് തരത്തിലുള്ള ഗുഡ്സ് ആണ്? നോക്കൂ, ദ ടാക്സ് ലെവിഡ് ടുവേർഡ്സ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത് ഇൻ ദി ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലെ. അതായത് രണ്ട് സ്റ്റേറ്റുകൾക്ക്, അതായത് ഇപ്പൊ നമ്മൾ രണ്ട് സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ കേരള ആൻഡ് തമിഴ്നാട്, ഈ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് അവിടെ ഏതാണ് വരും മക്കളെ? IGST ആണ് അവിടെ വരും. ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, അവിടെ ഏതാ വരിക? IGST ആണ്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് വരിക. അതിന്റെ ഒക്കെ ഓരോ പെർസെന്റേജ് ഉണ്ട് അല്ലെ. പെർസെന്റേജ് ഒക്കെ ഓരോ തരത്തിലുണ്ട്. നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാം? വരുന്ന ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എന്താണ്? 2017 വന്നത്. ഇവിടെ എങ്ങനെയാണ്? ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് ഇമ്പോർട്ട് എക്സ്പോർട്ടിലാണ് പ്രധാനമായിട്ടും എന്ത് ഉപയോഗിക്കുന്നത് മക്കളെ? IGST പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്താണ് UTGST. ഏതാണ്? യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. നോക്കാം എന്താന്ന്. Union Territory Goods and Service Tax has been levied as per the clause 26B of Article 366 of Constitution അല്ലെ. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇവിടെ UTGST വരുന്നത് പ്രധാനമായിട്ടും ഏതാണ്? നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 366 26B ക്ലോസ് പ്രകാരമാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. എന്താണ് പറയുന്നത്? നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇവിടെ എത്രയാണ്? 366 26B എന്ന ക്ലോസിലാണ് പ്രധാനമായിട്ടും എന്ത് പറയുന്നത്? UTGSTനെ പറ്റി പറയുന്നത്. എന്താണ്? ആസ് പെർ ദിസ് ക്ലോസ് സ്റ്റേറ്റസ് ഇൻക്ലൂഡ് യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേച്ചർ ലൈക്ക് ഡൽഹി, പുതുച്ചേരി അല്ലെ. അതായത് നമ്മളെ സ്റ്റേറ്റിനുള്ളിലുള്ള ചില യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, പ്രധാനമായിട്ടും പുതുച്ചേരി, ഡൽഹി. അവരുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ട്രാൻസാക്ഷനുകളാണ് ഇത്തരത്തിൽ എവിടെ പറ്റുക? UTGSTയിൽ പ്രധാനമായിട്ടും പറ്റും. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് നമുക്ക് വിരലെണ്ണാൻ പറ്റുന്ന രീതിയിലുള്ള എന്തുണ്ട്? യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ മറ്റും നടക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും വരുന്നതാണ് എന്താ? UTGST എന്ന് പറയുന്നത്. നമ്മൾ 4 നമ്മൾ പഠിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ചെറിയൊരു ഏരിയ മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ, കാരണം എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളെ CSEBയുടെ എക്സാം ഇതാ ഇങ്ങ് വന്നെത്തി കഴിഞ്ഞു. നമ്മൾ എക്സാമിനോട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതായ സമയത്ത് ചിലപ്പോൾ ചില ഏരിയകൾ വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ പഠിച്ചത് മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. എവിടുന്ന് കൂടുതൽ പഠിക്കണം എന്നുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ.
ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞവർക്ക് ഇനിയും നന്നായിട്ട് റിവിഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മളുടെ പുതിയൊരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് CSEBയുടെ 45 ഡേ ക്രാഷ് ബാച്ച്. 45 ദിവസത്തിലുള്ള ക്രാഷ് ബാച്ച് റിവിഷൻ ഉള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ 45 ഡേ ക്രാഷ് ബാച്ച്. ഒരുപാട് ഫീച്ചേഴ്സ് ആണ്. PDF നോട്ടുകൾ, മെന്റർഷിപ്പ് സപ്പോർട്ടുകൾ, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് വേർഷനുകൾ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു പുതിയ ബാച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത GSTയുടെ മറ്റൊരു ഏരിയയുമായി നമുക്ക് കാണാം. അപ്പോൾ തൽക്കാലം ബൈ.